വെൽക്കം ബാക്ക് ടു ഓൾ ട്രേഡ് ആൻഡ് ലേണിംഗ് സീരീസ് ഡേ 14. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് മാർക്കറ്റിൽ ഡെയിലി ബയാസ് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പേഴ്സണൽ മെത്തേഡ് മാത്രമാണ്. കാരണം ഡെയിലി ബയാസ് നോക്കാൻ ഓരോരുത്തർക്കും ഓരോ മെത്തേഡ്സുകൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും. ഒരിക്കലും ഞാൻ എല്ലാവരോടും പറയുന്നില്ല ഇത് തന്നെ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന്. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ഒരു ER ടു IRലാണ്, അല്ലെങ്കിൽ ഒരു IRL ടു ERലാണ്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി ടു ഇൻറ്റേർണൽ റേഞ്ച് ഓഫ് ലിക്വിഡിറ്റി. ഓക്കെ, ഇനി ഞാൻ വരച്ച ഇവിടെ നോക്കൂ. നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്ത് ഒരു FVG ടാപ്പ് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ആ ഒരു സ്വിംഗ് ഹൈ സ്വീപ്പ് ചെയ്ത് ശേഷം താഴെ വന്ന ആ ഒരു സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്ത് ശേഷം വീണ്ടും ഒരു FVG എടുത്ത് ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ലോ കൂടി സ്വീപ്പ് ചെയ്ത് റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്തിട്ട് ഒരു OB കൂടി എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല, ജസ്റ്റ് ഒന്നുകൂടെ കാണാവുന്നതാണ്. ഓക്കെ, ഞാനത് നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ ലൈവായിട്ട് എങ്ങനെയാണ് വർക്ക് ആകുന്നത് കാണിച്ചു തരാം. ഞാനിവിടെ റീസെൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്, അല്ലാണ്ട് ഒരിക്കലും പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റകൾ എടുത്ത് നിങ്ങളെ കാണിച്ചു തരില്ല. ജസ്റ്റ് ഞാൻ റീസെൻ്റ് ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കിലോട്ട് വന്നിട്ട് അതിനുശേഷം എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന്. ഓർഡർ ബ്ലോക്ക് വാലിഡ് ആകുന്ന എങ്ങനെയാണുള്ള ഡീറ്റെയിൽ കൂടി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ മാർക്കറ്റ് എന്താക്കി ആ ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു, അതിലോട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് എന്താക്കി നെക്സ്റ്റ് ഒരു FVGയിലോട്ട് പോയി. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒരു മാർക്കറ്റിൽ ഒരു FVG ഉണ്ടായിരുന്നു. ആ ഒരു ഓർഡർ ബ്ലോക്കിലെ ലിക്വിഡിറ്റീസ് മാർക്കറ്റ് കളക്ട് ചെയ്തിട്ട് പിന്നീട് ആ ഒരു FVGയിലോട്ട് പോയി. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഒരു ബുള്ളിഷ് FVG ഉണ്ടായിരുന്നു. മാർക്കറ്റ് അതിലോട്ടാണ് റിയാക്ട് ചെയ്തിട്ട് ആ ഒരു OBക്ക് ശേഷം അതിലാണ് റിയാക്ട് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് ഇതാക്കി വീണ്ടും ഒരു FVGയിലോട്ട് പോയി. നിങ്ങളിവിടെ കാണുക, ഞാൻ നേരത്തെ പറഞ്ഞാലും വെറുതെ അല്ല, മാർക്കറ്റ് ലിക്വിഡിറ്റീസ് എടുത്തെടുത്ത് പോകുന്നത് കാണാൻ പറ്റും. മാർക്കറ്റ് ആ ഒരു FVG എടുത്ത ശേഷം റീസെൻ്റ് ആയിട്ടുള്ള വേറൊരു ബിയറിഷ് FVG ടാപ്പ് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴോട്ടൊരു മൂവ്മെൻറ്റ് തന്നു. ശേഷം നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ലോ ഉണ്ട്. ആ ഒരു ലോയിലാണ് മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ലിക്വിഡിറ്റി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വീപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയത്. ഓക്കെ, മുകളിലോട്ട് പോയ ശേഷം അവിടെ ഒരു OB ഉണ്ട്, ഒരു എക്സ്ട്രീം ആയിട്ടൊരു OB കൂടി ഉണ്ട്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്, ആ ഒരു OB ടാപ്പ് ചെയ്ത് അവിടുത്തെ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എൻ്റെ ബയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ബയാസ് ആണ്. കാരണം ഓൾറെഡി മാർക്കറ്റ് ഒരു MSS ഡേ ടൈം ഫ്രെയിമിൽ തന്നിട്ടുണ്ട്, ഒരു ഓർഡർ ഫ്ലോ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ബയാസ് എന്ന് പറയുന്നത് ബിയറിഷ് ആണ്, പക്ഷേ കൺഫേം ആക്കാനായിട്ടില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും തൊട്ട് മുകളിലായിട്ടൊരു നല്ലൊരു FVG അവിടെ ബിയറിഷ് FVG ഉണ്ട്. സോ മാർക്കറ്റ് മേ ബി അങ്ങോട്ട് വരാനുള്ള ചാൻസും അവിടെ ഉണ്ട്. മാർക്കറ്റാണ്, നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ആ OB ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്ന് ആ FVG ടേക്ക് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു കൺഫേം ആയിട്ടുള്ള ബയാസ് കിട്ടിയിട്ടില്ല, പക്ഷേ ഓവറോൾ മാർക്കറ്റ് ആ ഒരു ബിയറിഷ് ആണെന്നുള്ളൊരു കൺഫേം കിട്ടിയിട്ടുണ്ട്. കാരണം അവിടെ ഒരു ഓർഡർ ഫ്ലോ ചേഞ്ച് ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമുക്ക് നോക്കാം, നമ്മളതിന് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഓൾറെഡി ആ ഒരു OB ടാപ്പ് ചെയ്താണല്ലോ നിൽക്കുന്നത്, മുകളിൽ നല്ല ലിക്വിഡിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളെങ്ങനെയാണ് ആ ഒരു ഇനിയിപ്പോൾ ബിയറിഷ് ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു. കാരണം ഇവിടെ ഒരു MSS കൂടി ഉണ്ട്. കാരണം കാണാൻ പറ്റും അവിടെ ഒരു എക്സ്ട്രീമായിട്ട് MSS മാർക്കറ്റ് ഡേ ടൈം ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബിയറിഷിലോട്ടുള്ള ഒരു പവർ നമുക്ക് അവിടെ നല്ല രീതിക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താക്കാം, ജസ്റ്റ് 1 ഹവറിലോട്ട് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് ആ ഒരു OBയിൽ എടുത്തതിന് ശേഷം ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ്, ഇപ്പോഴൊരു ബുള്ളിഷ് തന്നെയാണ് കാണിക്കുന്നത്. സോ നമുക്ക് ബിയറിഷ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അത്ര കൺഫർമേഷൻ ഇല്ല, ഞാൻ അത് തന്നെയാണ് അത് കണ്ടപ്പോൾ പറഞ്ഞത്. സോ നമുക്കിനി ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടാൻ എന്താക്കണം, മാർക്കറ്റ് ആ ഒരു ലോയിനെ 1 ഹവറിൽ ബ്രേക്ക് ചെയ്യണം. ഇവിടെ ലോ ഉണ്ട് റീസെൻ്റ് ആയിട്ട്. സോ ആ ലോയിനെ മാർക്കറ്റ് 1 ഹവറിൽ നല്ല രീതിക്ക് തന്നെ താഴോട്ട് ബ്രേക്ക് ചെയ്ത് ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അവിടെ ഒരു ബിയറിഷ് നോക്കാം നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്താക്കണം, ഇനി ഒരു ബുള്ളിഷാണ് അല്ലെങ്കിൽ ആ ഒരു FVG പോകുന്ന കൺഫേം ചെയ്യണം, എന്താക്കണം, ഈ ഒരു ഹൈ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ആ ഒരു ബിയറിഷ് അല്ല അറ്റ്ലീസ്റ്റ് ആ ഒരു FVG വരെ, ആ ഒരു ബിയറിഷ് FVG വരെ ഡേ ടൈം ഫ്രെയിമിൽ ബിയറിഷ് FVG വരെ മാർക്കറ്റ് പോകണം. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്താക്കാം, ആ ഒരു ഏരിയ വരെ നമുക്ക് ബൈ എൻട്രി നോക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള രീതി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ബയാസ് ഫിക്സ് ചെയ്യുന്ന രീതി. എല്ലാവർക്കും പല പല രീതികളായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം എന്തെങ്കിലും ചോദിക്കുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.